ഈ കാണുന്നത് പ്ലൂട്ടോയാണ്. 2006 വരെ നമ്മൾ ഒരു ഗ്രഹമെന്ന് കരുതിയിരുന്ന പ്ലൂട്ടോയാണിത്. ഈ പ്ലൂട്ടോയ്ക്ക് 5 ഉപഗ്രഹങ്ങളാണുള്ളത്. ഇപ്പം 2006 തൊട്ട് നമ്മൾ ഇതിനെ ഒരു ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. കുള്ളഗ്രഹം എന്ന് പറയുന്ന രീതിയിലുള്ള പ്ലാനറ്റ് ആണിത്. ഇതിന്റെ ഉപഗ്രഹങ്ങൾ നിക്സ്, സ്റ്റെക്സ്, കെർബറോസ്, ഹൈഡ്ര, ഏറ്റവും വലിയ ഉപഗ്രഹമായിട്ടുള്ള കാരോൺ ഇവയാണ് ഇതിന്റെ ഉപഗ്രഹങ്ങൾ. ഇതില് പ്ലൂട്ടോയും ഈ വലിയ ഉപഗ്രഹമായിട്ടുള്ള കാരോണും തമ്മിൽ വളരെ സവിശേഷമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. ഈ പ്ലൂട്ടോയും ഈ കാരോണും തമ്മിൽ ഒരു പ്രത്യേക രീതിയിൽ ഗ്രാവിറ്റേഷണൽ കണക്ഷൻ ഉണ്ടെന്ന് പല സ്റ്റഡികളും പറഞ്ഞിട്ടുണ്ട്. ആ രീതിയിലാണ് ഇത് കറങ്ങുന്നത്. അതിനെപ്പറ്റി ഇത്തരത്തിലുള്ള ഒരു കണക്ഷൻ ഇതിന് വരാനുള്ള സാഹചര്യത്തെ പറ്റി പറയുന്ന ഒരു സ്റ്റഡി റീസെന്റ് ആയിട്ട് പബ്ലിഷ് ചെയ്തു. അതിനെപ്പറ്റിയാണ് നിങ്ങളോട് പറയുന്നത്. പ്ലൂട്ടോയുടെ ഏറ്റവും വലിയ ഒരു മൂൺ എന്ന് പറയാവുന്ന ഈ കാരോൺ എങ്ങനെയാണ് ഈ പ്ലൂട്ടോയെ വലം വെക്കുന്നത് എന്നതിനെ പറ്റി വളരെയധികം ഡിബേറ്റ് ഉണ്ടായിട്ടുണ്ട്. വളരെയധികം തിയറീസ് ഉണ്ട്. അത്തരത്തിലുള്ള ഒരു റീസണാണ്, ഒരു ന്യൂമറിക്കൽ സിമുലേഷൻ ഒക്കെ ചെയ്ത സ്റ്റഡിയാണ് നേച്ചർ ജിയോ സയൻസ് എന്ന് പറയുന്ന ഈ ജേണലിലാണ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. ഈ സ്റ്റഡി പറയുന്നതെന്ന് വെച്ചാൽ ഈ കാരോൺ ഇതിന് ചുറ്റും കറങ്ങുന്നതിന് മുമ്പ് ഏകദേശം ഒരു 4.5 ബില്യൺ ഇയേഴ്സ് മുമ്പ് ഈ കുള്ളൻ ഗ്രഹമായിട്ടുള്ള അല്ലെങ്കിൽ എന്താ പറയാ ഡ്വാർഫ് പ്ലാനറ്റ് ആയിട്ടുള്ള പ്ലൂട്ടോയിൽ വന്ന് ഇടിക്കുകയും അത് രണ്ടും ഒരുമിച്ച് ചേർന്ന് കുറച്ച് മണിക്കൂറുകളോളം സമയം ചുറ്റിക്കറങ്ങി എന്നുള്ള രീതിയിലാണ് സ്റ്റഡി പറയുന്നത്. അതൊക്കെ പ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ള സിമുലേഷൻ സ്റ്റഡീസ് ആണ് അവർ ഈ സ്റ്റഡിയിലൂടെ റിപ്പോർട്ട് ചെയ്തേക്കുന്നത്. ഈ പ്ലൂട്ടോയുടെ ഏകദേശം പകുതിയോളം വരുന്ന സൈസ് ഉണ്ട്. 50% സൈസ് വരുന്ന ഒരു ഉപഗ്രഹമാണ് ഈ ഷാരോൺ എന്നും കാരോൺ എന്നും പറയാറുണ്ട്. ഈ കാരോണിന് ഒരു 750 മൈൽ വ്യാസമാണുള്ളത്, ഡയമീറ്റർ. പ്ലൂട്ടോയ്ക്ക് ഏകദേശം 1500 മൈൽ ഡയമീറ്റർ ആണുള്ളത്. ഇതിനൊരു വളരെ സവിശേഷമായിട്ടുള്ള ഒരു കണക്ഷനും ഇത്തരത്തിലുള്ള റൊട്ടേഷനും വരാനുള്ള സാഹചര്യം മുമ്പുണ്ടായ ഒരു കൊളീഷൻ ആണെന്നാണ് അവർ പറയുന്നത്. ഇതിൽ കാണിച്ചിരിക്കുന്ന പോലെ ഇത്തരത്തിലൊരു കൊളീഷൻ ഉണ്ടാവുകയും അത് ഈ രണ്ട് ഒബ്ജക്ട്സും കുറച്ചു നേരം ഇത്തരത്തിൽ റൊട്ടേറ്റ് ചെയ്ത് ഇത്തരത്തിലൊരു കൊളീഷൻ ഉണ്ടാവുകയും ഏകദേശം ഒരു 2000 മൈൽസ് പെർ അവർ വരുന്ന വേഗതയിൽ വന്ന് നമ്മുടെ ഈ പ്ലൂട്ടോയിൽ വന്ന് ഇടിക്കുകയുണ്ടായെന്നാണ് പറയുന്നത്. ഈ ഇടിച്ച സ്പീഡ് എന്ന് പറയുന്നത് നമ്മുടെ ഭൂമിയിൽ നിന്ന് ചന്ദ്രൻ എങ്ങനെ ഉണ്ടായെന്നുള്ളതിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. നമ്മുടെ തിയ എന്ന് പറയുന്ന ഒരു ഒബ്ജക്റ്റ് വന്ന് ഇടിക്കുകയും അതിൽ നിന്നാണ് ചന്ദ്രൻ ഉണ്ടായെന്നൊക്കെ ഉള്ള തിയറി ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ ഒരു കൊളീഷനേക്കാൾ ഏകദേശം 10 മടങ്ങ് വേഗത കുറഞ്ഞ അവസ്ഥയിലാണ്. അതായത് ഏകദേശം 2000 മൈൽസ് പെർ അവർ വേഗതയിലാണ് ഈ രണ്ട് ഒബ്ജക്റ്റും തമ്മിൽ കൂട്ടിയിടിച്ചെന്നാണ് പറയുന്നത്. ഈ കൂട്ടിയിടിച്ചതിന് ശേഷം ഇത് തമ്മിലുണ്ടായിരുന്ന സമ്പർക്കം ഏകദേശം ഒരു 10 മണിക്കൂർ നേരത്തേക്കെങ്കിലും നിന്നുവെന്നും ആ സമയത്ത് ഈ കാരോണും ഈ പ്ലൂട്ടോയും തമ്മിൽ കുറേയേറെ ഓപ്പൺ സർഫസിൽ ഉണ്ടായിരുന്ന കുറേയേറെ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ആക്കപ്പെട്ടു എന്നുള്ള രീതിയിലൊക്കെയാണ് റിസർച്ചേഴ്സ് പറയുന്നത്. ഈ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ഈ സ്റ്റഡിയിൽ അവർ പറയുന്നത് ആ കാലഘട്ടത്തിൽ പ്ലൂട്ടോ ഏകദേശം 3 മണിക്കൂറിൽ ഒരു തവണ റൊട്ടേറ്റ് ചെയ്യും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത്. ആ കാലഘട്ടത്തിൽ ഏകദേശം 4.5 ബില്യൺ വർഷങ്ങൾക്ക് മുമ്പ്. ഇപ്പം ഇതിന്റെ ഒരു റൊട്ടേഷൻ എന്ന് പറയുന്നത് ഏകദേശം 150 മണിക്കൂർ, നമ്മുടെ 150 മണിക്കൂറിന് തുല്യമായിട്ടുള്ള സമയം എടുത്തിട്ടാണ് പ്ലൂട്ടോ റൊട്ടേറ്റ് ചെയ്യുന്നത്. പക്ഷേ ആ കാലഘട്ടത്തിൽ ഏകദേശം 3 മണിക്കൂറിനുള്ളിൽ ഒരു പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുമായിരുന്നു എന്നും, അങ്ങനെ ഇത്തരത്തിൽ വന്ന് ഇടിച്ചതിന് ശേഷം ഇത് രണ്ടും ഏകദേശം ഒരുമിച്ച് ചുറ്റിക്കറങ്ങിയിട്ടുണ്ടാകുമെന്ന് ഏകദേശം 3 തവണയെങ്കിലും ഈ ഇടിയുടെ കൊളീഷന്റെ സമയത്ത് ഇങ്ങനെ ചുറ്റിക്കറങ്ങിയിട്ടുണ്ടാകും എന്നുള്ള രീതിയിലേക്കാണ് ഈ ഒരു സിമുലേഷൻ സ്റ്റഡിയിലൂടെ അവരെടുത്ത് പറയുന്നത്. അപ്പം ഇത്തരത്തിലുണ്ടായിരുന്ന ഒരു കുട്ടിയിടിയും അത്തരത്തിലുണ്ടായ മെറ്റീരിയൽ എക്സ്ചേഞ്ചും ഒക്കെയാണ് ഇത്തരത്തിൽ വളരെ സവിശേഷമായിട്ടുള്ള ഒരു പരിക്രമണം പ്ലൂട്ടോയ്ക്കും കാരോണിനും ഉണ്ടാകാനുള്ള റീസൺ എന്നാണ് ഈ റിസർച്ചേഴ്സ് എടുത്തു പറയുന്നത്. ഈ സ്റ്റഡി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സ്റ്റഡിയാണ്. കാര്യം നമ്മുടെ സൗരയൂഥത്തിൽ വളരെ അകലെയുള്ള ഈ പ്ലൂട്ടോയുടെ അടുത്തുള്ള ഒരു റീജിയൻ എന്ന് പറയുന്നത് ക്യൂപ്പർ ബെൽറ്റ് എന്ന് പറയുന്ന ഒരു റീജിയനിലാണ് ഈ പ്ലൂട്ടോ നിലനിൽക്കുന്നത്, നമ്മുടെ സൗരയൂഥത്തിൽ തന്നെയുള്ള. അപ്പോൾ ആ ഒരു ബെൽറ്റ് എന്ന് പറയുന്നത് ധാരാളം വസ്തുക്കൾ ചുറ്റിക്കറങ്ങുന്ന ഒരു ഏരിയ ആണ്. അതിനെപ്പറ്റി ഇപ്പോഴും നമ്മുടെ അറിവുകൾ വളരെ അപൂർണമാണ്. വളരെയധികം ബൈനറി ഒബ്ജക്ട്സ് അവിടെ എല്ലാം ചുറ്റിക്കറങ്ങുന്നുണ്ടെന്നും റിസർച്ചേഴ്സ് പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റീജിയനിൽ നടക്കുന്ന വളരെയധികം കൊളീഷനെ പറ്റി കൂടുതൽ ഇൻഫർമേഷൻ നൽകുന്ന ഒരു സ്റ്റഡിയാണ് ഇതെന്നുള്ള രീതിയിലാണ് റിസർച്ചേഴ്സ് എടുത്തു പറയുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ആയതുകൊണ്ടാണ് നിങ്ങളെ പരിചയപ്പെടുത്തിയത്. നമ്മുടെ പ്ലൂട്ടോയും കാരോണും തമ്മിലുള്ള വളരെ സവിശേഷമായിട്ടുള്ള ഒരു ബന്ധവും പരിക്രമണത്തിലുള്ള ഒരു കണക്ഷനും ഒക്കെ ഇങ്ങനെ ഉണ്ടാവാനുള്ള കാരണം ഈ ഒരു കൊളീഷൻ ആണെന്നാണ് ഇവരെടുത്ത് പറയുന്നത്. ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനലിലുള്ള മറ്റു ടോപ്പിക്കുകൾ നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അവസരത്തിൽ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് വരാം. അതുവരെ നന്ദി, നമസ്കാരം.